സ്വന്തം വീട് എന്നത് ഓരോരുത്തരുടെയും സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. വീട് ചെറുതോ വലുതോ എന്നതിനുമപ്പുറം ലോകത്ത് എവിടെയാണെങ്കിലും സ്വന്തം വീട്ടിലേക്കെത്തുമ്പോൾ കിട്ടുന്ന ആ സുഖം അത് വേറെ തന്നെയാണ്. അന്തരിച്ച പ്രിയനടൻ സലീം കുമാറിന്റെ എറണാകുളം വടക്കൻ പറവൂരിലുള്ള ലാഫിംഗ് വില്ല എന്ന ആ വലിയ വീടിന് ഒരുപാട് പ്രത്യേകതകളാണുള്ളത്. നിർമ്മാണ ശൈലി കൊണ്ടും വീട്ടിലെ വിശേഷങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വീട് കൂടിയാണത്. തന്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഭൂതകാലത്തെ മറികടന്ന് സിനിമയിലൂടെ നേടിയ വിജയത്തിന് ശേഷം സലീം കുമാർ പണി കഴിപ്പിച്ചതായിരുന്നു തന്റെ സ്വപ്നഭവനം. വയസ്സുകാലത്ത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും അടങ്ങിയിരിക്കാൻ വേണ്ടിയാണ് ഈ വീട് നിർമ്മിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ആഗ്രഹം ബാക്കിയാക്കിയാണ് സലീം കുമാർ ഇപ്പോൾ 56-ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ലാഫിംഗ് വില്ലയോട് വിട പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു വീട് വെക്കാൻ തനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു എന്നായിരുന്നു സലീം കുമാർ മുൻപേ പറഞ്ഞിരുന്നത്. ആദ്യം 3000 സ്ക്വയർ ഫീറ്റിൽ താഴത്തെ നില മാത്രമാണ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും പണി പൂർത്തിയായപ്പോൾ മുകളിലത്തെ നിലയും ചേർത്ത് മൊത്തം 6000 സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു ഭവനമായി മാറി. 10 ആശാരിമാർ ചേർന്ന് തുടർച്ചയായി 5 വർഷം പണിയെടുത്താണ് ഈ വീട്ടിലെ മനോഹരമായ കൊത്തുപണികൾ പൂർത്തിയാക്കിയത്. തേക്കിലും ഈട്ടിയിലുമാണ് കൊത്തുപണികളെല്ലാം ചെയ്തിരിക്കുന്നത്. പ്രളയം കേരളത്തെ ഒന്നാകെ മുക്കിക്കളഞ്ഞപ്പോൾ സ്വന്തം വീടിന്റെ താഴത്തെ നില മുഴുവനായി വെള്ളത്തിൽ മുങ്ങിയപ്പോഴും സമീപവാസികളായ നിരവധി കുടുംബങ്ങളെ തന്റെ 2ാമത്തെ നിലയിൽ താമസിപ്പിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. 8 മക്കളിൽ ഏറ്റവും ഇളയ മകനായതുകൊണ്ട് തന്നെ കുടുംബ വീട് സലീം കുമാറിനായിരുന്നു നൽകിയിരുന്നത്. തറവാട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വീട് പണിയണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ അവിടെ ചെളിയാണെന്നും അവിടെ വീട് പണിയാൻ കഴിയില്ല എന്നും വീടിന്റെ സ്ഥാനം നോക്കാൻ വന്നയാൾ പറഞ്ഞതോടുകൂടിയാണ് 2.5 കിലോമീറ്റർ മാറി സലീം കുമാർ വാങ്ങിയ സ്ഥലത്ത് വീട് പണി ആരംഭിക്കുന്നത്. 62 സെന്റ് സ്ഥലത്താണ് ഈ 6000 ചതുരശ്ര അടിയിലുള്ള വീട് നിൽക്കുന്നത്. വീടിന് പിന്നിലായി സലീം കുമാറിന്റെ ഭാര്യയ്ക്ക് കുറച്ച് കൃഷിയുണ്ട്. അക്വാപോണിക്സ് ആണ് അവിടെ ചെയ്യുന്നത്. ഒപ്പം മീൻ വളർത്തലുമുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം തന്നെ അവിടെ നിന്നുമാണ് കൃഷി ചെയ്യുന്നത്. താഴത്തെ നിലയിൽ 3ഉം മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഒരു നടുമുറ്റവുമുണ്ട്. പിന്നെ ഈ വീട്ടിൽ 2 അടുക്കളയുണ്ട് എന്നതും ഒരു പ്രത്യേകതയാണ്. നല്ല രീതിയിൽ പാചകം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് സലീം കുമാർ. ലാഫിംഗ് വില്ലയിലെ അടുക്കളയിൽ അദ്ദേഹം തയ്യാറാക്കുന്ന ഒരു പ്രധാന വിഭവമായിരുന്നു ബിരിയാണി. ഈ ബിരിയാണിക്ക് സിനിമാ മേഖലയിൽ ആരാധകർ ഏറെയായിരുന്നു. ബിരിയാണി മാത്രമല്ല, വായിൽ കപ്പലോടിക്കുന്ന സ്വാദുള്ള ഹൽവയും കേക്കുകളും എല്ലാം ഇദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയിരുന്നു. 5 വ്യത്യസ്തതരം അച്ചാറുകൾ അദ്ദേഹം വീട്ടിൽ സ്ഥിരമായി തയ്യാറാക്കി സൂക്ഷിക്കുമായിരുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കുന്ന നാരങ്ങ വൈനും ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. വീട്ടിൽ വരുന്ന സുഹൃത്തുക്കൾക്കും മറ്റ് അതിഥികൾക്കുമെല്ലാം സ്വാദിഷ്ടമായ ഭക്ഷണം പാകം ചെയ്ത് നൽകുക എന്നത് അദ്ദേഹത്തിന് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. 5 വർഷമെടുത്താണ് ഈ വീട് പണി പൂർത്തിയാകുന്നത്. വീടിന്റെ അടുക്കളയിൽ CCTV വെച്ചിട്ടുണ്ട് എന്നതും ഏറെ രസകരമായ മറ്റൊരു കാര്യമാണ്. വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നത് ഹാളിലിരുന്ന് TV-യിലൂടെ തത്സമയം കാണാൻ വേണ്ടിയായിരുന്നു ഈ വ്യത്യസ്തമായ സൗകര്യം അദ്ദേഹം ഒരുക്കിയത്. വായനയെ ഏറെ സ്നേഹിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ വേദോപനിഷത്തുകളും മലയാളത്തിന്റെ പ്രമുഖ എഴുത്തുകാരുടെ പുസ്തകങ്ങളും അടങ്ങുന്ന വലിയൊരു ലൈബ്രറി തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ കലാപരമായ സ്പർശമുണ്ട്. ദേശീയ സംസ്ഥാന അവാർഡുകൾക്ക് പുറമെ വിലപിടിപ്പുള്ള ചിത്രങ്ങൾ, ശില്പങ്ങൾ, കൂടാതെ അദ്ദേഹം തന്നെ നിർമ്മിക്കാൻ പഠിച്ച ഒരു വലിയ നെറ്റിപ്പട്ടവും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കൂടാതെ സിനിമകൾ ആസ്വദിക്കാനായി ഒരു വലിയ ഹോം തിയേറ്ററും ഇദ്ദേഹം തന്റെ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. തന്റെ വീട് പണിക്ക് എത്ര രൂപയായി എന്ന് ചോദിക്കുന്നവരോട് സലീം കുമാർ എപ്പോഴും തമാശ രൂപേണ നൽകിയിരുന്ന ഒരു മറുപടിയുണ്ട്. പണി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നൊന്നര ഞെട്ടിപ്പോയി. വീണ്ടും ഞെട്ടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വീട് പണിയുടെ ചിലവിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഓർക്കാറില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തന്റെ കയ്യിലുള്ള പണം നോക്കിയല്ല, മറിച്ച് തന്റെ വലിയൊരു ആഗ്രഹത്തിനനുസരിച്ചാണ് ഈ വലിയ വീട് നിർമ്മിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും ഏറെ ഇഷ്ടപ്പെട്ട് പണിത തന്റെ സ്വപ്ന ഭവനത്തിൽ തന്നെയാണ് അവസാനമായി സലീം കുമാറിന് അന്ത്യനിദ്ര ഒരുക്കിയിട്ടുള്ളത്.